Good morning, friends. It's me, Simon. നമ്മൾ യൂട്യൂബിലും ഉണ്ട്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലാണ്. ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ അത് വീഡിയോ മൂന്നിലും പോകുന്നു, അപ്പം ഒരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടി പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ആണ് ഓൾവേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം, അതൊരു കാരണമുണ്ട്. ഞാൻ വെറുതെ ഒന്നും ചെയ്യാറില്ല. കാരണം എന്നാന്ന് വെച്ചാൽ, ഈ വന്യമൃഗങ്ങൾ ഒരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഏതൊരു രംഗത്തും അതിനുള്ള ഇടപെടലും ഉണ്ട്. നമുക്ക് മയക്കുമരുന്നിൻ്റെ വിഷയം വന്നു, കേരളം ഒന്നാകെ സടവിടഞ്ഞെണീറ്റു. എല്ലാവരും കൂടെ അതിനെ നമ്മൾ ഒരു 70-80% കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും. ഒരു ചാനൽ തന്നെ മുമ്പോട്ട് വന്ന് അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പോരാടുകയൊക്കെ ചെയ്തു. അതൊക്കെ നല്ല കാര്യം അല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം ഈ നമ്മുടെ സ്വാധീനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ പറയുമ്പം എങ്ങനെ പറയണമെന്ന് എനിക്ക് ഒരു സംശയം, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒന്ന് തിക്കുമുട്ടല്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി കാസർഗോഡ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേവിഷബാധയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിൽ 3 കുട്ടികൾ ഇങ്ങനെ പേവിഷബാധയേറ്റ് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഒരു വന്യമൃഗ വനത്തിൽ ചെന്ന് അവിടെ ഓരോന്ന് വനത്തിൻ്റെ വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ അപകടം ഉണ്ടായാൽ പോലും എന്തൊരു ജനകീയ പ്രക്ഷോഭവും പ്രശ്നവും, അത് ജനങ്ങളുടെ കൂട്ടായ്മയും പത്രമാധ്യമങ്ങളെല്ലാം അവിടെ തച്ചിന് നിന്നെല്ലാം ചെയ്യുന്നുണ്ട്. ഈ പട്ടി കടിക്കുന്ന വിഷയം വരുമ്പോൾ തന്നെ ഈ ആശാന്മാരെല്ലാം കവാത്ത് മറക്കുന്നൊരു തോന്നല്. വാസം പറഞ്ഞ ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് ചേർന്നതാണോ? കണ്ണൂർ തന്നെ കണ്ടില്ലേ, 10-70 പേരെ പട്ടി കടിക്കുക. അത് എവിടെയാണ്? റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലൊക്കെ വെച്ചാൽ, തെരുവോരങ്ങളിൽ പോലും അല്ല. എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ല, എയർപോർട്ടിൽ ഒരു വിദേശ വനിതയെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ പട്ടി കടിച്ചു. എന്ത് കഷ്ടം! ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഒരു പത്രക്കാരനും ഒന്നും പറയുന്നില്ല, ഒരു വീഡിയോക്കാരനും ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ സ്വതന്ത്ര വീഡിയോക്കാരുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. എന്താ അതിൻ്റെ കാര്യം? എല്ലാവരും ഭയപ്പെടുന്ന ആരെയാണ്? ഇപ്പം കാട്ടുപന്നി ഇറങ്ങി, ഈ പട്ടിയുടെ ശല്യം വെച്ച് നോക്കിയാൽ കാട്ടുപന്നി വലിയ അത്ര ഉണ്ടോ? പക്ഷെ അതിനെതിരെ നിയമം വരുന്നു. ഗവൺമെൻറ് ചെയ്യേണ്ട ഡ്യൂട്ടി പഞ്ചായത്തുകൾ കൊടുത്തിരിക്കുന്നു, കണ്ടാൽ വെടിവെക്കാം. അത് കുറേ ആശാന്മാരത് മുതലെടുത്തുകൊണ്ട് നേരെ ലൈനിൽ നിന്ന് കൊടുത്തപ്പം കാട്ടുപന്നി ഇറച്ചി കച്ചവടം തുടങ്ങി. എവിടുന്ന കരണ്ട് നേരെ ലൈനിൽ നിന്ന് എടുക്കുക. അവർക്കെതിരെ കർശനമായ നടപടി എടുക്കാനും ബെയിലില്ല, ജാമ്യമില്ലാതെ പിടിച്ച് അകത്തിടാനും ഒക്കെ വകുപ്പ് കൊണ്ടുവരണ്ടേ? ഒരു കർഷകൻ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അപ്പം എവിടേക്കോ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ പേപ്പട്ടിയുടെ വിഷയത്തിലാണെങ്കിൽ, ഈ തെരുവ് നടക്കുന്ന പട്ടികൾ, അക്രമകാരികളായ പട്ടികളെ കൊല്ലുന്നതിന് നിയമമുണ്ട്. അതിനാരും തടസ്സം നിന്നിട്ടില്ല, ഒരു കോടതിയും തടസ്സം നിന്നിട്ടില്ല. എല്ലാ പട്ടികളെയും കൊല്ലരുതെന്ന് അവർ പറയുന്നത്. വളർത്താവുന്ന പട്ടികളെ പ്രിസർവ് ചെയ്യും, വളർത്തണം, അല്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമുള്ളവർക്ക് വിട്ടുകൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായി ഞാൻ ചിങ്ങാന് താമസിക്കുന്നത്, ഒരു വലിയ സങ്കടമുണ്ടായൊരു സംഭവം. അവിടെ മാർക്കറ്റ് ലാൻഡിങ്ങിൽ ഒരു സ്ത്രീ തന്നെ താമസിക്കും, ഒരു മാഡം, നല്ല സാമ്പത്തികമുള്ള സ്ത്രീയാണ്. അപ്പോൾ ഞാനിങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരുമ്പം കുറേ പട്ടികൾ ഭയങ്കര കുരയാണ്. അപ്പം ഞാനവിടെ നിന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നോക്കൂ സൈമൺ, ജീവിക്കാൻ പറ്റുന്നില്ല, ആരോട് പറയാനാ? ഞാൻ പറഞ്ഞു, കളക്ടറെ അറിയിക്കൂ, അല്ലെങ്കിൽ കൗൺസിലറെ അറിയിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. 10-15 പട്ടിയുണ്ട്. അപ്പോൾ അയാളോട് നിൽക്കുമ്പോൾ ഒരാളോട് നിന്ന് ബിസ്ക്കറ്റ് കൊടുക്കുക. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഡെയിലി 120 രൂപയുടെ ബിസ്ക്കറ്റ് കൊടുക്കും. അത് വലിയ ജോലിക്കാരൊന്നുമല്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പട്ടിയുണ്ടോ? ഇല്ല, അയാളുടെ വീട്ടിൽ പട്ടിയില്ല. അപ്പം അപ്പിക്ക് വരണ്ട, മറ്റു കാര്യമൊന്നുമില്ല, വന്ന് ഓരോ ബിസ്ക്കറ്റ് കൊടുക്കുക, സ്നേഹം അനുഭവിക്കുക, ഇതെല്ലാം വട്ടം കൂടി നിൽക്കും. അതുപോലെ അവിടെ അടുത്തൊരു വീട്ടിൽ ഒരു കുടുംബം എല്ലാം കൂടിയാണ്.
700 രൂപയുടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഡെയിലി എന്നാണ് ഈ പട്ടികൾക്ക് തന്നെ. എന്ത് കഷ്ടമാണ്. അപ്പം ഗവൺമെൻറ് ഇങ്ങനെയുള്ള ആശാന്മാരെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണം. 2, ഈ പട്ടികളെ ഇപ്പം വാസക്ടമി ചെയ്തുകൊണ്ട് മാത്രം, സെക്ടമി എന്നാണോ പറയുന്നത്, അതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഇതിപ്പം വീട്ടിൽ വളർത്തിയിട്ട് താല്പര്യം കുറയുമ്പോൾ ഉപേക്ഷിച്ച പട്ടികളും റോഡിലുണ്ട്. കാരണം വലിയ കൂടിയ പട്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് അതിനെ കൺട്രോൾ ചെയ്യും. പന്നിയെ കൊല്ലാൻ കുഴപ്പമില്ല, പട്ടിയെ കൊല്ലാൻ പാടില്ല. അതെവിടുത്തെ നിയമമാണ്? ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഒരു നിയമമുണ്ടോ? അതായത് തെരുവിൽ മനുഷ്യരെയും മനുഷ്യ കുഞ്ഞുങ്ങളെയും അമ്മച്ചിമാരെയും അമ്മമാരെയും കടിക്കുന്ന പട്ടിക്ക് അതിനെ കൊല്ലാൻ പാടില്ല. എന്നാൽ വനത്തിൽ നിന്ന് വല്ലപ്പോഴും പുറത്ത് വരുന്ന പന്നിയെ കണ്ടാൽ വെടിവെച്ചു കൊല്ലാം, അല്ലെങ്കിൽ കറണ്ട് അടിപ്പിച്ചു കൊല്ലാം, കുഴപ്പമില്ല. ആളും ചാകും, മനുഷ്യൻ ചാകും, പട്ടിയെല്ലാം ചാകും. എന്തൊരു വിരോധാഭാസമാണ്. എന്തായാലും ഗവൺമെൻറ് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കണം, ജനങ്ങൾ ചിന്തിക്കണം, അതായത് നമ്മൾ തന്നെ ചിന്തിക്കണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റുമോ? പട്ടി അലിഞ്ഞ് കഴിഞ്ഞ് നടക്കുന്ന പട്ടി നമ്മൾ എവിടെ ചെന്നാലും ഇപ്പം പട്ടിയേ ഉള്ളൂ. പൂച്ച അത്രയില്ല, പട്ടിയാണ് ഏറ്റവും കൂടുതൽ. എവിടെ ചെന്നാലും നമുക്ക് പേടിയാണ്. എവിടെ പോയാലും നമ്മൾ കാറിലൊക്കെ പോയി പുറമെ ഇങ്ങനെ പാഞ്ഞ് നടക്കുക. അപ്പം കാറൊന്നും ഇല്ലാത്തൊരു കാര്യം, ബൈക്കിൽ പോകുന്നതിന് കുറേ കൂടെ ഡേഞ്ചറസ് ആയിട്ടാണ് പോകുന്നത്. നടന്നു പോകുന്നതിലിപ്പം എന്തു വന്നാലും പാവപ്പെട്ടവനുണ്ട്, രക്ഷയില്ലെന്നുള്ള മട്ടാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ അക്രമകാരികളായ പട്ടികളെ അതിനെ നശിപ്പിക്കണമെങ്കിൽ പന്നിയെ ചെയ്യുന്ന പോലെ ചെയ്യണം. അങ്ങനെ പന്നിയും കൂട്ടിലിട്ട് വളർത്താൻ ഉത്തരവിട്ടാൽ മതി. എല്ലാം കൊണ്ട് സൂവിലോ എവിടെയെങ്കിലും കൊണ്ട് വളർത്തട്ടെ, കൊല്ലണ്ട. എന്തൊരു കഷ്ടമാണ്. പന്നിയെ കൊല്ലാം, പട്ടിയെ കൊല്ലാൻ പാടില്ല. എന്തായാലും തെരുവിൽ അണിഞ്ഞ് നടക്കുന്ന പട്ടികളെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ കർശനമായ നടപടിയെടുക്കണം. അത് കൺട്രോൾ ചെയ്യണം. ഈ കടി കിട്ടുന്നതെല്ലാം പാവങ്ങളായതുകൊണ്ടാണ്. ഏതെങ്കിലും പണക്കാരനോ ഏതെങ്കിലും ഒരു മതനേതാവിനോ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള സംഘടനയുടെ സെക്രട്ടറിയൊക്കെ കടിക്കുകയാണ് വിവരം അറിയും. പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല, ഹൈക്കോടതി ജഡ്ജിയെ തിരുവനന്തപുരത്ത് കടിച്ചായിരുന്നല്ലേ. അതെ, പക്ഷെ എന്തായാലും വളരെ ഒന്ന് ചിന്തിക്കണം. കാട്ടുപന്നിക്ക് കൊടുക്കുന്ന അതേ വില നാട്ടിലെ അലിഞ്ഞ് നടക്കുന്ന പട്ടിക്കും കൊടുത്താൽ പോരെ. പട്ടിയെ സ്നേഹിക്കുന്നൊരു ഈ ആശാന്മാരൊരു പട്ടിയെ വീട്ടിൽ കൊണ്ടൊന്ന് വളർത്തി കാണിച്ച്, ഒരു വീട്ടിൽ പട്ടിയെ വളർത്തുന്നില്ലല്ലോ. അന്നേരം അതിനെ പല കാര്യങ്ങളും ചെയ്യാനാണ്. അപ്പോൾ അതല്ല സ്നേഹം മുഴുവൻ. ഇത് ശരിക്കും ഇതിനകത്തൊരു ബിസിനസ് താല്പര്യം ഉണ്ടെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. പേവിഷബാധയ്ക്ക് മരുന്ന്, പന്നിയെ കൊന്ന കുഴപ്പമില്ല, അതിന് കുത്തിവെപ്പൊന്നും വേണ്ടല്ലോ. എന്തായാലും ഇത് ഗവൺമെൻറ് ഒരു ഉന്നത ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തെ കൊണ്ട് പഠിപ്പിച്ചിട്ട് സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ എടുക്കണം. അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ചുരുങ്ങിയ പക്ഷം എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമെങ്കിലും ബീച്ചിലുമെങ്കിലും കയറ്റാതെ ഒന്ന് തടയണം. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്. അത് സമ്മതിച്ചാൽ നമുക്കറിയാം. ഈ ടൂറിസ്റ്റുകളെ പട്ടിയടിക്കാൻ തുടങ്ങിയാലോ. അതുകൊണ്ട് അത് കാട്ടുപന്നിയോടെടുത്ത അതോ അതിൽ ശക്തമായ നടപടി ഈ തെരുവ് നായ്ക്കൾക്കെതിരെ എടുക്കണം എന്നാണ് ഇസ്മി സൈമൺ പറയാനുള്ളത്. അത് എല്ലാവരും നമ്മൾ ഇപ്പം മയക്കുമരുന്നിനെതിരെ നമ്മളെല്ലാം തടവടഞ്ഞെഴുന്നേറ്റ് നാട്ടിലെ കുഞ്ഞുങ്ങൾ തൊട്ട് നാട്ടിലെ പൗരപ്രമുഖന്മാർ തൊട്ട് എല്ലാവരും ഇടപെട്ടപ്പോൾ, പോലീസും ഫയർഫോഴ്സും എക്സൈസും ഇടപെട്ടപ്പോൾ, രാഷ്ട്രീയക്കാരും ഇടപെട്ടപ്പോൾ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ ഓൾമോസ്റ്റ്. അപ്പോൾ അതുപോലെ സ്ട്രിക്റ്റായിട്ട് ഈ കാര്യത്തിലും ഇടപെടണമെന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ അത് ചീത്തപ്പേര് കൊണ്ട് നശിപ്പിക്കരുത്. ഇന്ന് ലോകത്തുനിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രം വിദേശത്താണെങ്കിലും സമാധാനത്തോടെ ആഴ്ച അല്ലെങ്കിൽ 1 മാസം ജീവിക്കണമെങ്കിൽ കേരളത്തിൽ പോകണമെന്നൊരു പറച്ചിലായി കഴിഞ്ഞു. അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ഏതൊരു മൃഗത്തെ കാണുമ്പോൾ കൊല്ലാൻ പോകുമ്പോൾ അതിന് ദൈന്യതയുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോൾ ആടിനെ കൊല്ലാൻ പോകുമ്പോൾ ആടിൻ്റെ ദൈന്യത കണ്ടാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആടിനെ കൊല്ലുകയില്ല. അതൊക്കെ ഉണ്ട്, പശുവിനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇത് മനുഷ്യനാണ് ആത്യന്തികമായി വലുതെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണാം. ഓക്കെ, പള്ളിയിലെ പാട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, all the best. Have a fantastic fine day. Praise the Lord God.